ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ഗെയിം ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മെമ്മറി കാർഡ് ചലഞ്ച് എന്ന് പറഞ്ഞ ഒരു ചലഞ്ചാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം മെമ്മറി കറക്റ്റായിട്ട് ഓർഡറിൽ വരണം. അപ്പം ഞാൻ ഇന്ന് എടുത്തത് ഹാരി പോട്ടറിൻ്റെ അന്ന് നമ്മൾ യൂണോ കളിച്ച കാർഡ് തന്നെയാണ് ഇതിലെടുത്തത്. അപ്പം അത് വെച്ചാണ് ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കറക്റ്റ് 0 മുതൽ 9 നമ്പർ വരെ ഇതിലുണ്ട്. 10 ഇല്ല, അതുകൊണ്ട് 0 മുതൽ 9 നമ്പർ. എന്നിട്ട് നമ്മളിത് കറക്റ്റ് ഇവിടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മൂന്ന് കാർഡ് വെച്ച് അങ്ങ് വെക്കും, മിക്സ് ആക്കി അങ്ങ് വെക്കുക. എന്നിട്ട് നമ്മൾ തന്നെ അത് അറിയണം. നമ്മൾ എടുത്തങ്ങ് നോക്കും. ഒരു കാർഡ് എടുക്കുമ്പോൾ 0 വന്നാൽ നമുക്ക് എടുക്കാം, കറക്റ്റ് അല്ലേ? 0 പിന്നെ 1 വരും, അങ്ങനെ പോണം. ഇല്ല അത് ഓർഡർ തെറ്റിയാൽ പിന്നെ 1 കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 2 അല്ലെങ്കിൽ പിന്നെ യു ഹാവ് ടു സ്റ്റാർട്ട് അഗൈൻ. അത് ഒന്നേന്ന് തുടങ്ങണം. അപ്പൊ അങ്ങനെയാണ് ഇതില്. So we have to flip in order. If it's not in order, you have to start from first അല്ലേ? അപ്പൊ അങ്ങനെ തന്നെ തുടങ്ങണം. അപ്പം അതുകൊണ്ട് ഞാനിതിപ്പം നമുക്ക് തുടങ്ങാം. എന്തായാലും ഷഫിൾ ചെയ്തിട്ട് അങ്ങനെ വെക്കാം. ഇതാണ് ഷഫ്ലിംഗ് ആക്കുക. അപ്പൊ ആരാണ് അത് ജയിക്കുന്നത്? 2-3 റൗണ്ട് കളിക്ക്. കാരണം എന്തായാലും നമുക്ക് ഡിസൈഡറിനെ മനസ്സിലാക്കാം. 3 റൗണ്ട്. അപ്പൊ ഫൈനൽ അത്രേ ഉള്ളൂ. അതിലിപ്പോ 2 റൗണ്ട് ഇവള് ആദ്യത്തെ 2 ജയിച്ചാ എന്തായാലും ജയിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, മെമ്മറി ടെസ്റ്റ് ഒന്നും പറയാനൊന്നും പറ്റൂല. അപ്പൊ നമുക്കിനി വെക്കാം. 1 2 3. ഇവിടെ ഒരു കാണുന്നുണ്ട്. ഓ, ഇവിടെ വെക്കൂല. ഇല്ല, അത്ര മതി, ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കളിച്ചു തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് നീ എടുത്തോ. ലേഡീസ് ഫസ്റ്റ് അല്ലേ? ഇപ്പൊ എടുത്തോ. ഇതില് വേണ്ടല്ലേ? ഓക്കെ, ഞാൻ തുടങ്ങട്ടോ. അല്ല, കാണിക്കണം. 0. ഓക്കെ, അപ്പൊ അടുത്ത 1 പറഞ്ഞേ. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓർത്ത് വെക്കണം. 3. അപ്പൊ അത് പോയി. ഇനിയിപ്പോ 1 ഇത് സെപ്പറേറ്റ് വെക്കണം. അതെന്താ അറിയാം, എനിക്ക് നമ്പർ എഴുതണം, അല്ലെങ്കിൽ അറിയൂല. സെപ്പറേറ്റ് വെക്കട്ടെ, നിങ്ങൾക്കൊക്കെ നല്ലതായിട്ട് മനസ്സിലാവാനേ. നിങ്ങൾക്ക് സ്വന്തം വേണ്ടി എഡിറ്റ് ആക്കുമ്പോൾ നമ്പർ വേണം. ഓക്കെ, കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ എടുക്കുക. ഇത് 0. നേരത്തെ അവൾ എടുത്ത കാർഡ്, അതുകൊണ്ട് 0. ഇനിയിപ്പോ 1 കണ്ടുപിടിക്കണം. 8. അയ്യോ, അത് 0. 2 ആണേ അത്. ഇപ്പൊ 0. ഇപ്പൊ ഇതില് 1 ഏതാണ്? അയ്യോ, 4. ഓക്കെ, മീ 0. 1 കണ്ടില്ലേ? അതാണ് 5. ഇനി അത് നല്ല ടഫാണ്. 0 തെറ്റി. അയ്യോ, 8 എനിക്ക് വന്നത്. 0 3 ആണ്. അയ്യോ, 0 എടുത്ത് ഇനിയിപ്പം 1 കിട്ടി. 0 1 2 3 4. അയ്യോ, 5 കണ്ടുപിടിച്ചില്ലായിരുന്നു, അത് കാരണം. 5. ഇനിയിപ്പൊ 3 4 കാർഡുകൾ ഇട്ട് അത് 8 കറക്റ്റ് ആയിട്ട് അറിയാം. പക്ഷെ 6 7 ഏതാണെന്ന് മനസ്സിലാവണില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇതെടുക്കാം. തെറ്റി. അത് 7 ആണ്, അതാണ് തെറ്റി. പെട്ടെന്ന് മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ അത് ഓർമ്മ ആയിരിക്കും. അടുത്ത 1 കണ്ടുപിടി. പോയി. 0 1 2 3 4 5 5
6 ആണ് ഇതുവരെ കിട്ടാത്തത്. അതുകൊണ്ടൊരു ഡൗട്ട്. തെറ്റി. അതാണെങ്കിൽ എന്റെ ലൈൻ കിട്ടി. മിക്കവാറും ജയിക്കാം. 1 ആശേ 0 1 2 3 4 5 ലാസ്റ്റ് ഇത് കിട്ടിയാ നമ്മള് ജയിക്കും. തെറ്റി. അതില് നിനക്ക് മനസ്സിലായില്ലേ ഇപ്പൊ? അവർക്ക് മനസ്സിലായില്ല ബിക്കോസ് ബാക്കി 2 കാര്യം നമുക്ക് ഓൾറെഡി അറിയാം ഏതാന്ന്. സോ ഈ റൗണ്ട് 0 ജയിച്ച് 1 2 3 എന്നാലും ഭയങ്കര പാടാണ്. 4 ഓർമ്മ വെക്ക 5 6 7 8 ജയിച്ച് 9. ഇനി അടുത്ത അങ്ങനെ എനിക്ക് ഒരു പോയിന്റ്. ഇനി അടുത്ത 2 റൗണ്ട് കൂടെ ഉണ്ട്. ഈ റൗണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു ടൈറ്റ്. ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടൈറ്റ് ആയിരിക്കും. അല്ല ഇപ്പഴാണ് നീ മിസ്സായി. അല്ലേ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഷഫിളാക്കിയാൽ മതി. ഷഫിളാക്കിയിട്ട് ജസ്റ്റ് നീ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയെന്ന് വെച്ചാൽ മതി. കുറച്ച് കൂടുതലായിരിക്കും. കാരണം നേരത്തെ വെച്ചതുപോലെ നേരത്തെ നല്ല ഷഫിളായിരുന്നു അല്ലേ? കറക്റ്റ് നല്ല ഷഫിളായിരുന്നു. ഇതെനിക്ക് ഷഫിൾ അറിയത്തില്ല എങ്ങനെയാ ചെയ്യണ്ടേ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാം. ഓക്കെ വെച്ചോ. അല്ലേ വെക്കുന്നുണ്ട് ഈ റൗണ്ടും. തുടങ്ങാം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നീ തുടങ്ങി. എപ്രാവശ്യം ഞാൻ തുടങ്ങാം. 0 Something is wrong. ഇത് വന്നാ മണി. തെറ്റി. 8 ആണ് ഇത്. 0 9. It was 9. അയ്യോ ലോസ്റ്റ് വെക്കണം. 0 3 അത് തെറ്റി. So 0 7. ഇപ്പൊ തന്നെ 7. ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് മിക്സ് ആക്കിയേ. സത്യമായിട്ട് അവിടെ ഇവിടെ ആയിരിക്കുന്നു. ഇവിടെ നീ വെച്ചപ്പോ 7 നീ വെച്ച ഓർമ്മയുണ്ട്. 6 7 8 മിക്സ് ആയിരുന്നു ഇവിടെ. So 0 1 6 പാട്. 0 1 4. അവ കണ്ടുപിടിക്കണോ ഇനി. 0 1 5. ഇതൊക്കെ എങ്ങനെ നോക്കും വയ്യേ. 1 അശേ 0 1 8. എനിക്ക് പഴയതൊക്കെ എല്ലാം ഓർമ്മ മറന്നുപോയി. എനിക്ക് ഓർമ്മ 0 1 വീണ്ടും അത് തന്നെ എടുത്ത്. അതൊക്കെ അങ്ങനെ തന്നെ കൺഫ്യൂഷൻ ആണ്. 0 1 എടുത്തില്ലല്ലോ ഞാൻ. എടുത്തില്ലല്ലേ 9. 2 ഉണ്ട് ഇതില്. ഇല്ല എനിക്ക് തോന്നുന്നു എല്ലാം ട്രൈ ചെയ്ത പോലെ ഫീൽ ആവുന്നത്. 0 1 തോന്നില്ല എല്ലാം എടുത്തത്. 5 ഉണ്ട് ഉണ്ട്. ഇതെടുത്ത് നോക്കി ഇതെടുത്ത് നോക്കി എല്ലായിടത്തിലും ഇവിടെ കാർഡ് മിക്സാ. മിക്സ് ആക്കി താഴെ വിടാ. 0 1 3 പോലെ ഉണ്ട് ഇവിടെ. ടോട്ടൽ 9 അല്ലേ? 10 ഉണ്ടല്ലോ. 10 ഉണ്ട്. 0 1 എനിക്ക് തോന്നി എല്ലാം തൊട്ട് ഏതെങ്കിലും കാണുണ്ടോ തൊടാത്ത? 2 Oh my god, 2 you are here. 3
You sure you wanna take this much time? അതെടുക്കാലോ, അതിനെന്താ നമ്മളെ We don't have full Four. time. I don't have full time. 4 5 I don't think you know. I don't think you know. I don't think you know. 0 1, 2. തെറ്റി. It's so bad. The memory is bad. Asha. ഓക്കെ, തുടങ്ങുന്നത് 0 1 2 3 4 5 അയ്യോ 6 7 അയ്യോ 2 കാലോടെ 8 9 ജയിച്ചു. അങ്ങനെ 2 റൗണ്ടുകൾ ജയിച്ചു. ഇനിയിപ്പോ കളിക്കണ്ടല്ലോ, ഇപ്പൊ പിന്നെ because നീ 3 റൗണ്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഗെയിം ഞാൻ ജയിച്ചിട്ടുണ്ട്. ഇവര് കളിച്ച കളിയിൽ ഇപ്പൊ നമ്മളിപ്പോ ഡ്രോ ആണെന്ന് തോന്നുന്നു. നമ്മൾ കുറെ ചലഞ്ചുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് കളി ഇവള് ജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 കളി നീ ജയിച്ച്, 2 കളി ഇപ്പൊ ഞാനും ജയിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഇതിലാണ് ഇരിക്കണേന്ന് തോന്നുന്നു. അപ്പൊ ഈ ഗെയിം ഞാൻ സങ്കടായി പോയി. തോറ്റി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇനി ചാവും, മനസ്സിലായില്ലേ? What the hell? അതുകൊണ്ട് കാർഡ് ചലഞ്ച് ഭംഗിയായിട്ട് പോകുന്നു. ഇനിയിപ്പോ വല്ല ഫുഡൊക്കെ കഴിച്ചൊന്ന് ശാന്താവട്ടെ, ഇല്ലെങ്കിൽ പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ കളി ഞാൻ ജയിച്ചിട്ടുണ്ട്. മെമ്മറിയിൽ കുറച്ച് പുള്ളിക്കാരി കുറച്ച് വീക്കാണ്. അതുകൊണ്ട് ഇതിൽ കുറച്ച് എനിക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഗെയിമാണിത്. അത് കാരണം ഞാൻ ജയിച്ചതായിരിക്കാം. അല്ലെങ്കിൽ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ. ഇനിയിപ്പോ വേറെയൊക്കെ നമുക്ക് കളിക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെ തോന്നി ഇത്? For me it was hard. എനിക്ക് ഓർമ്മ ഇരിക്കുന്നില്ല ഏത് എവിടെയാണ് സത്യം. എനിക്ക് ഇതൊക്കെ ഓർമ്മ ഇരിക്കൂല. നല്ല പാട്. ഇങ്ങനെ മെമ്മറി കാർഡ് ഗെയിം പിന്നെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് മറക്കും. അങ്ങനത്തെ ആളാണ്. അത് കാരണം അവൾക്ക് ഇത് കുറച്ച് ടഫായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ചലഞ്ച് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോഴേക്കും ഗുഡ് ബൈ.